ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് ഞാനിവിടെ പറയുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ. കാരണം ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് അഷ്ടമഭാവസ്ഥിതി വരുന്നത് കൊണ്ടും ദുരിതാധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിലാണെങ്കിലോ കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റേതായ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ആരോഗ്യപരിപാലനത്തിൽ ഈ ഒരു സമയങ്ങളിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിലെല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും കണ്ടകശനിയായിട്ട് നിൽക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഈ ജൂലൈ മാസത്തിൽ. ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ്. തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് പൂരാടം നക്ഷത്രക്കാരെ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ ഭഗവാന് സഹസ്രനാമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും.